വൈകാതെ തന്നെ സമുദ്രത്തിൽ സന്താന ഭാഗ്യം ഉണ്ടാകും. ദീർഘ ദാമ്പത്യത്തോടെ സന്താന സൗഭാഗ്യത്തോടെ ജീവിക്കാൻ കഴിയട്ടെ. കാവ്യൻ ദേവും കൈകൂപ്പി പ്രാർത്ഥിച്ചു നിന്നു. സിദ്ധു ഒരു നെടുവീർപ്പോടെ നന്ദയെ നോക്കി. അവൾ കൈകൂപ്പി കണ്ണടച്ച് നിൽക്കുകയാണ്. തിരുമേനി നന്ദയ്ക്ക് മുന്നിലേക്ക് നീങ്ങി നിന്നു. കുട്ടി, നിന്റെ ദുരിതകാലവും കണ്ണുനീരും കഴിയാറായിരിക്കുന്നു. ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടവളാണ് നീ. ഇത്രയും കാലം നിനക്കൊരു പരീക്ഷണഘട്ടമായിരുന്നു. ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അവഗണിച്ച് നീ ഇന്നൊരു ആശ്വാസ തീരത്താണ്. മഹാദേവനെ പോലൊരു പതിയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അവൻ ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല, കൈവെടിയില്ല. അവൻ്റെ മനസ്സ് മനസ്സിലാക്കേണ്ടത് നീയാണ്. നഷ്ടങ്ങളെ ഓർത്തല്ല, ഭാവിയെ ഓർത്താണ് ഇനി ജീവിക്കേണ്ടത്. ദീർഘ സുമംഗലി ഭവ. തിരുമേനി നന്ദയെ അനുഗ്രഹിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി. തിരികെ വീട്ടിലെത്തുമ്പോൾ വല്ലാത്തൊരു മനസ്സുഖം തോന്നുന്നുണ്ടായിരുന്നു നന്ദയ്ക്ക്. റൂമിന് പുറത്തുള്ള ഓപ്പൺ ഗാർഡനിൽ നിലാവിൻ്റെ വെളിച്ചത്തിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു അവൾ. ഇതുവരെയുള്ള അവളുടെ ജീവിതം ഒരു ചിത്രം പോലെ ഓടിക്കൊണ്ടിരുന്നു. വിവാഹത്തെക്കുറിച്ച് യാതൊരു സ്വപ്നവും ഇല്ലാതിരുന്നു. അച്ഛനും അമ്മയും തീരുമാനിച്ച വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. നിശ്ചയം കഴിഞ്ഞപ്പോഴാണ് ഗോകുലേട്ടനുമായി കൂടുതൽ അടുക്കുന്നത്. ചിരിയും പതിഞ്ഞുള്ള സംസാരവും വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ഒന്നിച്ച് സ്വപ്നം കണ്ടു. കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം. അവസാനം രണ്ടാളും പൊട്ടിച്ചിരിക്കുമായിരുന്നു. ഒരുപാട് സ്വപ്നം കണ്ടതുകൊണ്ടാവാമല്ലേ ഗോകുലേട്ട നമ്മൾ ഒന്നിക്കാതെ പോയത്. ഇനി ഞാനൊന്നും സ്വപ്നം കാണുന്നില്ല, പ്രതീക്ഷകളില്ല. പക്ഷേ ഒരാഗ്രഹമുണ്ട്. പിന്നിലെ കാൽപെരുമാറ്റം കേട്ട് നന്ദ തിരിഞ്ഞു നോക്കി. ഇവിടെ വന്നിരിക്കുകയാണോ? ഉറങ്ങുന്നില്ലേ? സിദ്ധു അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. ഇല്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കാൻ വിചാരങ്ങൾക്ക് പന്നമില്ലാത്ത മനസ്സാണല്ലോ. ഇന്നെന്താ ആലോചിച്ച് കൂട്ടി? എനിക്കെന്താ, ആരെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നതെന്ന് സിദ്ധുവിന് അറിയില്ലേ? അറിയാലോ. എന്തായിരുന്നു ആഗ്രഹം? നന്ദാവനെ ഒന്ന് പതർച്ചയോടെ നോക്കി. അതൊന്നില്ല സിദ്ധു അവളെ തന്നെ നോക്കിയിരുന്നു. വെറുതെ അല്ല, ഈ മനസ്സിനുള്ളിൽ അടക്കി പിടിച്ചിരിക്കുന്ന ആ ആഗ്രഹം ഞാൻ അറിയുന്നതിൽ നന്ദയ്ക്കെതിലും ഇഷ്ടക്കേടുണ്ടോ? നന്ദ സിദ്ധുവിൻ്റെ കൈയെടുത്ത് കൈക്കുള്ളിലാക്കി അവനെ നോക്കി. ഇപ്പോഴല്ല, സമയമാകുമ്പോൾ ആഗ്രഹം ഞാൻ തന്നെ സിദ്ധുവിനോട് പറയും. പ്രോമിസ്. എന്നാലേ ഇവിടെ ഇരുന്ന് മഞ്ഞുള്ളാതെ എണീറ്റ് വന്നേ. സിദ്ധു ആദ്യം എണീറ്റ് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ബാൽക്കണിയിലെ ഡോറടിച്ചു സിദ്ധു അകത്തേക്ക് കയറിയപ്പോൾ നന്ദ കിടന്നിരുന്നു. ഭവിനെ നന്ദയ്ക്ക് അറിയില്ലായിരുന്നു. ഗോകുലേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വലിയ ഓർമ്മകളില്ലായിരുന്നു. ഭവിൻ നിങ്ങളുടെ ബന്ധുവാണോ? സിദ്ധു ബെഡിൽ വന്ന് കിടന്നുകൊണ്ട് ചിരിഞ്ഞു അവളെ നോക്കി. അന്ന് വൈശാഖേട്ടൻ്റെ കല്യാണത്തിന് ഇവിടെ വന്ന് വലിയമ്മ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടായിരുന്നു? ആ, ഓർമ്മയുണ്ട്. ആ വലിയമ്മയുടെ ഭർത്താവിൻ്റെ സഹോദരിയുടെ മകനാണ് ഭവിൻ. ആണോ? സിദ്ധുവിന് വിഷമുണ്ടോ? സിദ്ധു ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം ഞാൻ കാരണം. എൻ്റെ പൊന്നു നന്ദേ, ഞാനതൊക്കെ വിട്ട് ഇങ്ങനെ നെഗറ്റീവ് ആകാതെ നമ്മൾ രണ്ടാളും ഇങ്ങനെ ഒരുമിച്ചൊരു ജീവിതം ജീവിക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷയല്ലോ. സിദ്ധു അസ്വസ്ഥയായി നെറ്റി തഴുകിയപ്പോൾ നന്ദ എണീറ്റിരുന്ന് അവനെ നോക്കി. അവൾ അവൻ്റെ നെറ്റിയിൽ കൈവച്ചു. അവൻ കൈമാറ്റി അവളെ നോക്കി. ഞാൻ മാറാൻ ഞാൻ ശ്രമിക്കാം സിദ്ധു. തനിക്ക് വേദനിക്കുമ്പോൾ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് കാണുമ്പോൾ നെഞ്ചിലൊരു പിടപ്പ് പോലെ. സിദ്ധു എണീറ്റിരുന്നു അവളെ നോക്കി. അപ്പോ ഈ നെഞ്ചിൽ ഞാനും കൂടുകൂട്ടി തുടങ്ങിയോ? അറിയില്ല, കൂട്ടുമായിരിക്കും. ഇരുവർക്കുമിടയിൽ അവർ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. നന്ദയ്ക്കും നന്ദനയ്ക്കും തിരികെ ജോലിയിൽ കയറാനുള്ള സമയമായിരുന്നു. വില്ലയിലേക്ക് മാറാനായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം. നിർമ്മലയ്ക്കും അവർ പോകുന്നതിൽ സങ്കടമുണ്ടെങ്കിലും അവരുടെ ഇടയിലെ അകലം കുറയ്ക്കാൻ തനിച്ച് താമസിക്കുന്നത് തന്നെയാണ് ഉചിതമെന്ന് കരുതി ബാഗൊക്കെ പാക്ക് ചെയ്തു. ഇരിക്കുന്ന ദേവിനെ നോക്കി ഇരിക്കുകയായിരുന്നു സിത്തുവും മീനാക്ഷിയും തുളസിയും വൈഷുവും. ദേവ് ഉണ്ടായിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ലായിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും ഞങ്ങൾ മാത്രം. മീനാക്ഷി നിരാശയോടെ പറഞ്ഞു. എനിക്കിവിടെ നിൽക്കുന്ന ഇഷ്ടം. പക്ഷേ നന്ദേട്ടന് ഇവിടെ നിന്ന് പോകാനും വരാനും ബുദ്ധിമുട്ടല്ലേ? ചേച്ചിക്കും അതുപോലെ തന്നെ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. രഹസ്യം പറയുന്ന പോലെ ദേവ് പതുക്കെ പറഞ്ഞപ്പോൾ ബാക്കി 4 പേരും അവൾ പറയുന്ന കേൾക്കാൻ കാത് കൂർപ്പിച്ചു. അമ്മായിയുടെ പ്ലാനാണ് ചേച്ചിയും സിദ്ധേട്ടനെയും തനിച്ച് താമസിപ്പിച്ചിട്ട് അവർ പതുക്കെ സെറ്റാക്കിയെടുക്കാൻ. അത് ശരിയാ. ഹിന്ദിസിയിലേക്ക് കണ്ടിട്ടില്ലേ? നായികയും നായകനും തനിച്ച് താമസിക്കുമ്പോൾ അവർ അറിയാതെ പ്രണയത്തിലാവുന്നത്. തുളസി ആകാംക്ഷയോടെ പറഞ്ഞു.
പക്ഷേ എൻ്റെ ചേച്ചിയല്ലേ, എനിക്കൊരു വിശ്വാസമില്ല, ദേവ് നെടുവീർപ്പോടെ പറഞ്ഞു. ഏയ് ശരിയാവും ദേവു, ചേച്ചിക്ക് ചെറിയൊരു മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവർ മാത്രമാവുമ്പോൾ കൂടുതൽ അടുക്കും. പിന്നെ ഏട്ടന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നന്ദേച്ചിയെ കറക്കി വീഴ്ത്താൻ ഏട്ടൻ ആരും പറഞ്ഞു കൊടുക്കണ്ട. സിദ്ധു ചിരിയോടെ പറഞ്ഞപ്പോൾ അതേ ചിരിയായിരുന്നു മറ്റുള്ളവർക്കും. സാരി നുറിഞ്ഞു ഉടുത്തുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു സിദ്ധു പെട്ടെന്ന് കയറി വന്നത്. നന്ദ അവനെ കണ്ടതും പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. സോറി, ഞാൻ കണ്ടില്ല. ഏയ് സാരില്ല സിദ്ധു. സിദ്ധു തിരിഞ്ഞെന്ന് സാരി എടുക്കുന്ന നന്ദയെ നോക്കി. സാരി എടുത്തു കഴിഞ്ഞു നന്ദ തിരിഞ്ഞു അവനെ നോക്കി. അമ്മ വരുന്നില്ലേ സിദ്ധു അവിടെ? ഇല്ല, പാല് കാച്ചയ്ക്ക് കഴിഞ്ഞ് വില്ലല്ലേ, നിങ്ങളൊരു വിളക്ക് കൊളുത്തി കയറു പിള്ളേരെ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു. ഷർട്ടിന്റെ ബട്ടൺസ് തെറ്റിച്ചായിരുന്നു സിദ്ധു ഇട്ടിരുന്നത്. നന്ദ മുന്നോട്ട് വന്നു ഷർട്ടിന്റെ ബട്ടൺസ് അയച്ചു നേരെ ഇട്ട് കൊടുത്തു. സിദ്ധു ആദ്യം നമ്പരെന്നെങ്കിലും ഒരു പുഞ്ചിരി ചുണ്ടിൽ തെളിഞ്ഞിരുന്നു. എന്തോന്ന് സിദ്ധു, നേരെ ഇട്ടൂടെ? അവനെ ശാസിച്ചുകൊണ്ട് നന്ദ നേരെ ഇട്ടുകൊടുത്തു. സിദ്ധു ഒരു കൈകൊണ്ട് അവൾ അവനോട് വലിച്ചടിപ്പിച്ചു. നന്ദ അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു. പകപ്പോടെ അവനെ നോക്കി. ഞാൻ ഇനിയും തെറ്റിച്ചിടട്ടെ? ഇങ്ങനെ കുഞ്ഞുകുട്ടിയെ പോലെ എനിക്കിട്ട് തരുവോ? വിട് സിദ്ധു, കളിക്കാതെ. നന്ദ കുതിരമാറാൻ ശ്രമിച്ചെങ്കിലും സിദ്ധു കൂടുതൽ ശക്തിയോടെ അവളെ അവനോട് ചേർത്ത് പിടിച്ചു. സിദ്ധു അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. 2 നിമിഷം അങ്ങനെ തന്നെ നിന്നിട്ട് സിദ്ധു അവളുടെ പിടിവിട്ടു ഒരു ചിരിയോടെ മാറി എന്ന് ബാഗ് എടുത്തു വെച്ചു. നന്ദ ഒരു പിടച്ചിലോടെ നേരെ ഒന്ന് മുടി ചീകി എല്ലാവരോടും യാത്ര പറഞ്ഞ് മുറ്റത്ത് ഇറങ്ങിയപ്പോൾ വിഷയം മാറിയെന്ന് അവരെ നോക്കുകയായിരുന്നു. നന്ദൊരു ചിരിയോടെ അവനെ നോക്കി. പോയിട്ട് വരാം. വിഷ അവളുടെ ചുമലിൽ ഒരു കുഞ്ഞ് ഇടി കൊടുത്തു. പോയിട്ട് വാ കൂട്ടുകാരി. ഈ വീട്ടിൽ വിഷ എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കിയ എൻ്റെ കൂട്ടുകാരിക്ക് ആശംസകളോടെ യാത്ര പറയുന്നു. നന്ദ അവനെ നോക്കി കണ്ണ് ചിമ്മിയിട്ടിറങ്ങി. 4 പേരും യാത്ര പറഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് പോകുന്നതും നോക്കി സമുദ്രയിലുള്ളവർ നെടുവീർപ്പോടെ നോക്കി നിന്നു. റോക്ക് വ്യൂ വില്ല എന്ന ബോർഡർ കഴിഞ്ഞു മുന്നോട്ട് പോയപ്പോൾ 3ാമത്തെ വീടിന് മുമ്പിൽ നന്ദൻ കാറ് നിർത്തി. ഇതാണ് നമ്മുടെ വില്ല. അടുത്തടുത്തിരിക്കുന്ന 2 വില്ലകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞു. ദേവു ആചാര്യത്തോടെ നോക്കി. അത്രയും ഭംഗിയുണ്ടായിരുന്നു ആ വില്ലകൾക്ക്. സിദ്ധു, നമുക്ക് 4 പേർക്ക് എന്തിനാ 2 വില്ല? ഒന്നിൽ താമസിക്കാം. നന്ദ പറഞ്ഞപ്പോൾ ദേവും തലയാട്ടി. ഏയ് അത് വേണ്ട, ആദ്യം 2 താമസിച്ചിട്ട് പിന്നെ നമുക്ക് ഒന്നിച്ച് താമസിക്കാം. തൊട്ടടുത്ത വില്ലയല്ലേ? നന്ദൻ ചെറുചിരിയോടെ സിദ്ധിനെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു. വെറുതെ ആർഭാടം കാണിക്കാൻ, അല്ലാതെ എന്തിനാ? 4 പേർക്ക് കൂടി താമസിക്കാൻ 2 വലിയ വീട്. നന്ദ പിറുപിറുത്തുകൊണ്ട് നിന്നു. ആ, നിങ്ങൾ എത്തിയോ? ഇന്നലെ ആളെ നിർത്തി ഇവിടേക്ക് വൃത്തിയാക്കിയിട്ടിരുന്നു. ദ ചാവി. മുണ്ടും ഷർട്ടിട്ട ഒരാൾ ചാവി കൊണ്ട് സിദ്ധുവിന്റെ കയ്യിൽ കൊടുത്തു. താങ്ക്സ് ജോസഫേട്ട. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇവിടെ എന്ത് പ്രശ്നം? നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എത്തിച്ചിട്ടുണ്ട്. നിർമ്മല മേഡം എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. എന്നാ പിന്നെ കാണാം. അപ്പുറത്തെ വില്ലയിലെ പ്ലംബിംഗ് വർക്കുണ്ട്, അതൊന്ന് ശരിയാക്കണം. ശരി എന്നാ. അത് ജോസഫേട്ടൻ ഇവിടത്തെ കെയർ ടേക്കറാണ്. ദേവു, നീ ആദ്യം വന്നേ, ഒരു കാര്യമുണ്ട്. നന്ദൻ ദേവിനെയും വിളിച്ചുകൊണ്ട് സിദ്ധുവിന്റെ വില്ലയിൽ കയറിപ്പോയി. നന്ദ സംശയത്തോടെ നോക്കി. ദേവ് കത്തിച്ച നിലവിളക്കുമായി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ആദ്യമായി കയറി താമസിക്കുന്നല്ലേ, ഐശ്വര്യട്ടി വിളക്കുമായി അകത്തേക്ക് വാ നന്ദേ. നന്ദൻ പുഞ്ചിരിയോടെ പറഞ്ഞു. നന്ദൻ ദേവിൽ നിന്ന് വിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് അകത്ത് കയറി. വലിയൊരു ഹാളിലായിരുന്നു ആദ്യം കയറിയത്. അതിമനോഹരമായി ഇന്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു നടുമുറ്റം, വലിയൊരു ബുദ്ധപ്രതിമയും അതിനു ചുറ്റും വെളുത്ത മാർബിൾ കല്ലുകളും വിതറിയിട്ടുണ്ട്. ഒരുപാട് ഇന്റീരിയർ പ്ലാൻസ് നിരത്തിയിട്ടുണ്ട്. ചുവരിൽ പതിപ്പിച്ചിരിക്കുന്ന ഓരോ ചിത്രത്തിലേക്ക് നന്ദ അത്ഭുതത്തോടെ നോക്കി. സിദ്ധുവിൻ്റെയും നന്ദയുടെയും കല്യാണ ഫോട്ടോ, നടുവിലും ചുറ്റിലും നന്ദ അറിയാതെ എടുത്ത ചില ഫോട്ടോകളും വിളക്ക് സൈഡിലായി സെറ്റ് ചെയ്തിരിക്കുന്ന പൂജാ സ്റ്റാൻഡിലേക്ക് വെച്ചു പ്രാർത്ഥിച്ചു. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടു? സിദ്ധു നന്ദയോട് ചോദിച്ചു. ഞങ്ങളുടെ വീടും ഇവിടെയും തമ്മിൽ ആകാശവും ഭൂമിയും പോലുള്ള വ്യത്യാസമുണ്ട്. പിന്നെ എങ്ങനെയാ സിദ്ധു ഞാൻ ഇഷ്ടാവില്ലെന്ന് പറയുക? അത് ശരിയാ, നല്ല ഭംഗിയുണ്ട് സിദ്ധേട്ട. ദേവും സന്തോഷത്തോടെ പറഞ്ഞു. അതെ, ഇനി ഞങ്ങളുടെ വില്ല കാണണ്ടേ? വാ. നന്ദൻ അവരെയും വിളിച്ചുകൊണ്ട് അവൻ്റെ വില്ലയിലേക്ക് നടന്നു. ഇതുപോലുള്ള ഇന്റീരിയലായിരുന്നു അവിടെയും. നന്ദദേവിന് വിളക്ക് കൊടുത്തു അകത്തേക്ക് കൊണ്ടുപോയി. എല്ലായിടവും ചുറ്റി നടന്നു. പരിസരമൊക്കെ മനസ്സിലാക്കി നടന്നപ്പോൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിരുന്നു. രാത്രിയിൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് നന്ദ പറഞ്ഞെങ്കിലും സിദ്ധു സമ്മതിച്ചിരുന്നില്ല. നാളെ മുതൽ തുടങ്ങാമെന്ന് പറഞ്ഞ് സിദ്ധു ഫുഡ് ഓർഡർ ചെയ്തു. നാളെ മുതൽ സ്കൂളിൽ പോകുന്നില്ല നിങ്ങൾ? പോണം സിദ്ധു. നീ ഓഫീസിൽ പോകുന്നില്ലേ? പോണം. പുതിയ പ്രൊജക്റ്റിനെ കുറിച്ച് വർക്കുണ്ട്. നാളെ മുതൽ വിഷയമാണ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ CEO. അതെന്തായാലും നന്നായി. അവനെ ഇനി ഒരിക്കലും നമ്മൾ അകറ്റി നിർത്താൻ പാടില്ല.
നന്ദൻ പറഞ്ഞപ്പോൾ സിദ്ധു തലയാട്ടി. അവൻ നന്ദയെ നോക്കിയപ്പോൾ അവൾ എന്തോ ആലോചനയിലിരിക്കുന്നത് കണ്ടു. ഡോ, താൻ എന്താ ആലോചിച്ചിരിക്കുന്നേ? മുഖമൊക്കെ വാടിയിരിക്കുന്നല്ലോ, എന്തു പറ്റി? നാളെ സ്കൂളിൽ പോകുമ്പോൾ ശ്രീരാഗ് സാറിനെ ഫേസ് ചെയ്യാൻ ഒരു മടി. അതിന് നന്ദയ്ക്കെന്താ? തൻ്റെ അടുത്തൊരു നേരിടണം. നന്ദലല്ലോ അവനല്ലേ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത്. അല്ല, ഒരിക്കലുമല്ല നന്ദ. നന്ദന് സാക്ഷിയായിരുന്നല്ലേ. അമ്മ എതിർത്തിട്ടും സാറിന് വിവാഹം കഴിക്കണമെന്നുണ്ടായിരുന്നു. ഞാനല്ലേ പറ്റില്ലെന്ന് പറഞ്ഞത്. ആത്മാഭിമാനമുള്ള ഏതൊരു പെണ്ണും അങ്ങനെ പറയൂ നന്ദേ. ഇത്രയും വലിയ ദുശിക്ഷ മനസ്സുള്ള ആ സ്ത്രീയുള്ള വീട്ടിലേക്ക് പോയിരുന്നെങ്കിലോ? പോവില്ല. കാരണം സിദ്ധുവിനെ പോലെ എന്നെ മനസ്സിലാക്കാൻ ശ്രീരാഗ് സാറിന് ഒരിക്കലും കഴിയില്ല. പിന്നെന്താ പ്രശ്നം? നാളെ ധൈര്യമായി പോക്കോ. ആരെന്ത് പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യം നന്ദയ്ക്കില്ല. നന്ദൻ അവൾക്ക് ധൈര്യം കൊടുത്തപ്പോൾ പ്യൂൺ ചന്ദ്രന്റെ ചൊറിഞ്ഞ നാക്കോർത്ത് നന്ദയ്ക്ക് തല പെരുത്തു. 10 മണിയായപ്പോൾ 4 പേരും അവരുടെ വില്ലയിലേക്ക് പോയി. നന്ദ ബെഡിൽ കിടക്കുമ്പോൾ സിദ്ധു വന്ന് ബെഡിലിരുന്നു. ആലോചന കഴിഞ്ഞില്ലേ? നാളെ പോകുന്നോർത്ത് വല്ലാത്തൊരു ടെൻഷൻ സിദ്ധു. ഓരോരുത്തരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വയ്യ. ശ്രീരാഗ് സാറിനെ കാണേണ്ടി വരുമെന്നോർത്ത്. ഡോ, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ആളല്ലേ താന്. പിന്നെ ഇപ്പോഴെന്തിനാ ഒരു ടെൻഷനും? ധൈര്യമായി പോടൂ. നാളെ സിദ്ധു എനിക്കൊപ്പം വരുമോ? സിദ്ധു കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമായിരുന്നു അത്. ഉറപ്പായും വരും. എന്നാൽ എൻ്റെ ഭാര്യ ഉറങ്ങിക്കോ. നാളെ മുതൽ വായിട്ട് അലക്കേണ്ടതല്ലേ? സിദ്ധു ഒരു ചിരിയോടെ പറഞ്ഞു. നന്ദ കണ്ണുകൾ അടച്ചു കിടന്നു. ശ്രീരാഗ് നന്ദയോട് എങ്ങനെ പെരുമാറുന്ന ആദി സിദ്ധുവിനുണ്ടായിരുന്നു. അളകനന്ദ എൻ്റെ പെണ്ണ, എൻ്റെ പ്രാണൻ, എൻ്റെ പ്രണയം. മറ്റൊരുവൻ്റെ പ്രണയം നിറഞ്ഞ കണ്ണുകൾ എൻ്റെ പെണ്ണിൻ്റെ മേലേക്ക് പതിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. സിദ്ധു അസ്വസ്ഥനായി നെറ്റി തഴുകി. സ്ഥലം മാറി കിടന്നതിൽ നന്ദയ്ക്ക് കുറേ സമയം കഴിഞ്ഞാണ് ഉറക്കം വരുന്നത്.